കുഞ്ഞു വീടാണ് അക്ഷയ പറഞ്ഞതുപോലെ. ആ കുഞ്ഞു വീട്ടിൽ വലിയ മോഹങ്ങളുണ്ടായിരുന്നു, ആ കുഞ്ഞു വീട്ടിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ കുഞ്ഞു വീടിൻ്റെ വലിയ സ്വപ്നമായിരുന്നു മിഥുൻ്റെ ഭാവി. അവൻ തന്നെ വിഭാവനം ചെയ്ത സ്വപ്നം കണ്ട ഭാവി. ആ ഭാവിയിലേക്കൊന്നും നടന്നെടുക്കാനാകാതെ ജീവൻ നഷ്ടമായ കുരുന്ന് ദീർഘയാത്രയ്ക്ക് ശേഷം അമ്മ മകനെ കാണുന്നത് ചേതനയേറ്റ മൃതദേഹമായാണ്. ഇത്തരം വാക്കുകൾ പോലും പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്രമേൽ വേദനാഭരിതമായ ദൃശ്യങ്ങളാണ് നമ്മൾ കൊല്ലത്തെ തേവലക്കരയിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ ദുഃഖമാണ്. ദുഃഖത്തിൻ്റെ ആഴം എത്രത്തോളം വലിപ്പമുള്ളതാണോ ആ വലിപ്പം ഹൃദയമുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലാകുന്നതാണ് അവിടുത്തെ ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നത്. വീടിന്റെ ആകെ പ്രതീക്ഷയായിരുന്നു 13കാരനായ മിഥുൻ. അവന് വലുതായി കുടുംബത്തെ നോക്കണമെന്ന് ചേട്ടൻ പറയുമായിരുന്നു എന്നൊക്കെ അനിയൻ പറയുന്നതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടു. സ്കൂളിലും മിടുമിടുക്കനായിരുന്നു, പഠനത്തിലും മറ്റ് കായിക മത്സരങ്ങളിലുമൊക്കെ മിടുക്കനായിരുന്നു. NCC എന്നുള്ള വലിയ NCCയിൽ ചേരാൻ വേണ്ടിയാണ് ഈ തേവലക്കര സ്കൂളിലേക്ക് മിഥുൻ പോയത്. ഇന്ന് NCC കേഡറ്റ്സെത്തി മിഥുന് ആദ്യമായി സല്യൂട്ട് നൽകുന്നതൊക്കെ നമ്മളിന്ന് കണ്ടു. അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ ഇനിയാകുന്നതെന്ന തരത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടൊക്കെയാണ് സ്കൂൾ അവന് യാത്ര നൽകിയത്, അന്ത്യയാത്ര നൽകിയത്. ഇപ്പോൾ ആ വീട്ടിലേക്കും വലിയ തോതിൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണിക്കാണ് സംസ്കാരം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ 4 മണി എന്നുള്ളതായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്, ഹൃദയം മുറുകിപ്പോകുന്ന കാഴ്ചകളാണ് ആ വീട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയെ കാത്തിരിക്കുകയായിരുന്നു വീടും നാടും. ഈ കുഞ്ഞും അച്ഛനുമൊക്കെ അമ്മ സുജയെ കാത്തിരിക്കുകയായിരുന്നു. അമ്മ ആദ്യം എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ മുതൽ നമ്മൾ കണ്ടിരുന്നു. കുറേ നേരം പിടിച്ചു വെച്ചെങ്കിലും അത് കുറച്ച് നിമിഷങ്ങൾ മുന്നോട്ട് പോകാൻ പോലും അമ്മയ്ക്കായില്ല. ഒപ്പം വന്ന 2 ബന്ധുക്കൾ, അവർക്ക് മുൻപിൽ അവർ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ ആ മകൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുന്ന അമ്മയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇവരുടെയൊക്കെ ഈ സങ്കടത്തിന് മുന്നിൽ, വേദനയ്ക്ക് മുന്നിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്തു മറുപടി നൽകാനാകും, എങ്ങനെ ഇവരെ തേങ്ങിലടക്കാനാകും, എന്തു വാക്കു പറഞ്ഞ് എന്ത് നൽകി ഇവരെ ആശ്വസിപ്പിക്കാനാകുമെന്നുള്ളതാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇത്ര വേദനിക്കുന്നെങ്കിൽ അവരുടെ ആ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ എത്രമാത്രമായിരിക്കും ഒരു പക്ഷേ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പുറത്തേക്കായി. മിഥുന് വിട ചൊല്ലുകയാണ്. നാടും വീടും പ്രിയപ്പെട്ടവരും ഉറ്റവരുമൊക്കെ മിഥുന് വിട ചൊല്ലുകയാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞു മോനാണ്.
അവൻ സ്വപ്നം കാണാൻ, അവൻ ജീവിതത്തെപ്പറ്റി പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനൊക്കെ തുടങ്ങുന്ന പ്രായമാണ്. കുറേയേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെയും പങ്കുവെച്ച് അങ്ങനെ പാറിപ്പറന്ന് നടക്കേണ്ടുന്നൊരു പ്രായം, അതിലേക്ക് ചിറകുകൾ മുളച്ചു വരുന്ന പ്രായത്തിലേക്ക് കുഞ്ഞെത്തിയിട്ടേ ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ സംവിധാനത്തിൻ്റെയൊക്കെ പിടിപ്പുകേട് കൊണ്ട് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷകൾ, ഇക്കാലം അത്രയും 13 വർഷമായി അവർ കണ്ടുവന്ന സ്വപ്നങ്ങൾ, പ്രതീക്ഷകളൊക്കെയും തകർന്നു പോകുന്ന, ഒന്നുമല്ലാതായി പോകുന്ന, നിലയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. വാക്കുകളൊന്നും മതിയാകാതെ വരും. സങ്കട കാഴ്ച, അത് വിവരിക്കാൻ, അതിനെപ്പറ്റി പറയാൻ. മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തേവലക്കരയിലെ വീട്ടിൽ നടക്കും. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വളരെ സങ്കടകരമായ സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അത്രമേൽ സങ്കടഭരിതമായ അന്തരീക്ഷമാണ്. ഒരു സംവിധാനത്തിൻ്റെ ആകെ പിഴവ് കൊണ്ട് ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട വിഭാഗങ്ങളുടെ ആളുകളുടെ അനാസ്ഥ കൊണ്ടൊരു കുട്ടിക്ക് ജീവൻ നഷ്ടമാകുന്നു. ആ ജീവൻ നഷ്ടമാകുന്നതിൻ്റെ വേദനയും ആ ജീവൻ നഷ്ടമായ സാഹചര്യവും ഒക്കെ നമ്മൾ സ്വാഭാവികമായി ചർച്ച ചെയ്യും.